എനിക്ക് ഇച്ചിരിയെങ്കിലും കൺട്രോൾ വരായിരുന്നു. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇന്നാണെങ്കിൽ ഓഫീസിലും പോകണം. എന്തായാലും റെഡി ആയിട്ട് പോവാം. ഇതിനെപ്പറ്റി ഓർക്കാതെ പോലെ അഭിനയിക്കാം. അവനായിട്ടൊന്നും ചോദിക്കണായിരിക്കും. ഇവനെന്താ ഇവിടെ കിടന്നുറങ്ങണേ? ഇവൻ വീട്ടിൽ പോയില്ലേ? എന്താ ചേട്ടാ, ചേട്ടൻ ഞങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പ് ആവല്ലേ? ഒന്ന് പോവും. ആഷ്ലി വാ, ഉമ്മ ഉമ്മ ഉമ്മ. എന്താ അത് പിന്നെ സാറ ഇവിടെ ഇല്ലല്ലോ. അപ്പം ഞാൻ പോയ വാതിൽ തുറന്ന് നടക്കില്ലേ? അല്ല, നിനക്ക് ഇന്നലെ നമ്മൾ പാർട്ടി കഴിഞ്ഞ് ഇവിടെ വന്നതൊക്കെ ഓർമ്മയുണ്ടോ? അപ്പൊ അത് കഴിഞ്ഞിട്ട് നടന്നതോ? അതല്ല, ഉറങ്ങുന്നതിന് മുമ്പ്. ഒന്നുമില്ലേ? നീ ശരിക്കും ആലോചിച്ച് നോക്ക്. നിനക്ക് ശരിക്കും ഓർമ്മയില്ല? ഓ ഒന്നുമില്ല, ഞാൻ പോവാ. എടാ റിങ്കുട്ട, ആഹാ യാരിത്? അമൽ സാറ് ഇപ്പോൾ നാട്ടിൽ നിന്ന് കെട്ടിയെടുത്തു. ഇന്നലെ വൈകുന്നേരമായിപ്പെത്തി. പിന്നെ ഉറങ്ങി എണീറ്റ് നേരെ ഇങ്ങ് പോന്നു. എന്തായിരുന്നു ചേട്ടൻ്റെ നാട്ടിലേക്കുള്ള പോക്കിൻ്റെ പ്രഥമ ഉദ്ദേശം? എൻ്റെ പൊന്നടാവേ, അമ്മച്ചിക്ക് വയ്യാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി എന്നെ പറ്റിച്ചതാ. എന്നെ പെണ്ണ് കെട്ടിക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷെ നടന്നില്ല. പാവങ്ങളുടെ ഒരു ആഗ്രഹമല്ലേടാ, നീ നടത്തി കൊടുക്കങ്ങോട്. നിനക്കങ്ങനെ പറയാം. എനിക്കിങ്ങനെ പ്രേമിച്ച് ഫ്രീ ആയിട്ട് നടന്ന് അതിനൊക്കെ ശേഷം കല്യാണമാണ് എനിക്കിഷ്ടം. പ്രേമിച്ചല്ല, കോഴിത്തരം കാണിച്ച് നടക്കണമെന്ന് പറ. എന്താണ് നിനക്കൊരു പുച്ഛം? ഈ കോഴിത്തരം എന്ന് പറയുന്നത് അതൊരു കലയാണ്. നിന്നെപ്പോലെ കലാബോധം ഇല്ലാത്തവർക്കത് മനസ്സിലാവില്ല. വലിയ കലാകാരൻ വന്നേക്കുന്നു. അല്ല, അതെന്ന് പറഞ്ഞ നിന്റെ ചേട്ടനെവിടെ? പുള്ളിക്കാരൻ പുറത്തു പോയതാ. ഈയിടെയായിട്ട് ചേട്ടൻ ഇച്ചിരി പുറത്തു പോക്ക് കൂടുതലാണ്. നന്നായി, പുള്ളിയെങ്കിലും എൻജോയ് ചെയ്യട്ടെ. അല്ലാതെ നിന്നെപ്പോലെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? എടാ, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഒരു പെണ്ണ് ഒരാണിനെ കയറി കിസ്സടിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അയ്യേ, സിമ്പിൾ. ആ പെണ്ണിന് ആ ചെറുക്കനോട് ഇഷ്ടമുള്ളതുകൊണ്ട്. ആണല്ലേ? ഇപ്പോൾ ആ പെണ്ണ് കുടിച്ചിട്ടാണ് ഇങ്ങനെ കിസ്സടിച്ചെങ്കിലോ? അതും ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ. കാരണം നീ കേട്ടിട്ടില്ലേ, ഈ കള്ളുടിച്ച് കഴിയുമ്പം ഉള്ളിലുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്ന്. ആണല്ലേ? അപ്പോൾ ഓക്കെ. എന്താണ് മോനെ, ഇതാരെപ്പറ്റി ചോദിക്കുന്നത്? എന്തോ ഇത്ര സംശയമൊക്കെ? അത് ചുമ്മാ ജനറൽ നോളജ്. നീ അത് വിട്.
ഒരു ഡൗട്ടും കൂടിയുണ്ട്. ഇപ്പം ഈ പെണ്ണ് കിസ്സടിച്ചിട്ട് പിന്നെ അവൾക്ക് ഇതൊന്നും ഓർമ്മയില്ലെങ്കിലോ? ഈ ജനറൽ നോളജ് അത്ര ശരിയല്ല. അപ്പം പിന്നെ അത് ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്തതൊന്നും ആയിരിക്കില്ല. കാരണം ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്തതാണെങ്കിൽ നമ്മളത് ഓർത്തിരിക്കുമല്ലോ. അതൊക്കെ ഓർത്തിരുന്ന് അങ്ങനെയൊക്കെയാണല്ലോ ഇങ്ങനെ സെറ്റാകുന്നതൊക്കെ. നെഗറ്റീവ്. നിന്നോട് ചോദിച്ചാൽ എന്നെ വേണം പറയാൻ. ശരി, ഇപ്പം പറഞ്ഞു തന്ന ഞാനാരായി? ഹായ് കുട്ടി. കുട്ടിയുടെ പേരെന്താ? ഓ, വാട്ട് എ നൈസ് നെയിം. ഹായ്, ഐ ആം അമൽ. ആഷ്ലി പൊക്കോ. നീ എന്തിനാടാ അവളെ വിട്ട്? ഒരു ഫ്ലോയിൽ വരുമായിരുന്നു. നിന്റെ ഫ്ലോനെ പറ്റി കൂടുതൽ എന്നോട് പറയരുതേ. ഏതാടാ അവള്? കൊള്ളാലോ. അത് ഫോട്ടോഗ്രാഫിയിലെ ഹെഡാ, പുതിയതായിട്ട് ജോയിൻ ചെയ്തതാ. എന്തായാലും ആ ഹെഡിനെ എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായി. അവളുടെ ടെയിലാവാൻ പറ്റുമായിരുന്നെങ്കിൽ. നിന്റെ ഈ ക്രിഞ്ച് കോഴിത്തരായിട്ട് അങ്ങോട്ട് ചെല്ലണ്ട. ആള് കമ്മിറ്റഡാ. മൂട് പോയി. എന്നാലും അവന് ഇതാ. എന്തായാലും എൻ്റെ അത്ര ലുക്കൊന്നും ഉണ്ടാവില്ല. വേറെ ആര്? ഈ ഞാൻ തന്നെ. അയ്യേ, നീയാ? എന്താടാ ഇങ്ങനെയൊരു ടോക്ക്? എനിക്കെന്താടാ കുഴപ്പം? ഒന്നുമില്ലേ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താടാ പ്രശ്നം? അവളുടെ വീട്ടുകാരാണോ? നിന്റെ പെണ്ണെന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ പെങ്ങളാ. എന്തുണ്ടെങ്കിലും പറഞ്ഞോ, ഞാൻ ശരിയാക്കി തരാം. അതല്ല, അവൾ കമ്മിറ്റഡ് ആണെന്നുള്ള കാര്യം അവൾക്ക് പോലും അറിയില്ല. അപ്പോൾ വൺ സൈഡ് എന്നെ ഒഴിവാക്കാൻ വേണ്ടി കമ്മിറ്റഡ് എന്ന് പറഞ്ഞു. എന്തായാലും നിനക്ക് ഇഷ്ടമുള്ള പെണ്ണല്ലേ, ഞാൻ കുറുകെ നിൽക്കില്ല. പക്ഷെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൾ എന്നെ പിടിച്ച് കിസ്സടിച്ചിട്ട് അവൾക്ക് ഇന്നതൊന്നും ഓർമ്മയില്ല. അപ്പോൾ സേട്ടൻ നേരത്തെ പറഞ്ഞ ജനറൽ നോളജ് ഇതായിരുന്നല്ലേ? ഈ ചെറുതായിട്ട്. എന്താ അവൻ്റെ ഇളി? നീ പേടിക്കണ്ട, നമുക്ക് സെറ്റാക്കാം. എങ്ങനെ? അവൾക്കതൊന്നും ഓർമ്മ പോലുമില്ല. എടാ, ഈ പെണ്ണുങ്ങളുടെ സൈക്കോളജി നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. ചിലപ്പോൾ അവൾ ഓർമ്മയില്ലാന്ന് വെറുതെ പറയുന്നേ ആവാം. അവൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലേന്ന് ഇപ്പം ഞാനെങ്ങനെ അറിയും? എന്തായാലും അവൾക്ക് നിന്നോട് ചെറിയ എന്തോ ഫീലിങ്സ് ഉള്ളതുകൊണ്ടാണ് അവൾ നിന്നെ കേസടിച്ചത്. കാരണം നീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അതുമല്ല, എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ നിനക്ക് കിട്ടും അവൾക്ക് ഈ കാര്യം ഓർമ്മയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ. അതുമല്ല, ഇപ്പോൾ ഓർമ്മയില്ലെങ്കിൽ തന്നെ ഇന്നോ നാളെയൊക്കെ ആയിട്ട് എന്തായാലും ഓർത്തെടുക്കും. ഞാൻ നോക്കട്ടെ. ചേട്ടന് ജോലിക്കൊന്നും പോകണ്ടേ? പോവാൻ നോക്കുക. അല്ലെങ്കിലും ടിപ്സൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ പുറത്ത്. കൊള്ളാം. ഞാൻ പോകാം. ഹലോ, എന്താണ് വിളിച്ചേ? ഞാൻ കോള് കണ്ടില്ല, കുളിക്കുവായിരുന്നു. അത് ചേട്ടൻ പറഞ്ഞു നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന്. അപ്പം ഞാൻ ഓർത്തു നിന്നെയും സാറേനെയും കൂടി വിളിച്ചേക്കാന്ന്. നമുക്ക് ഒരുമിച്ച് ചുമ്മാ പോയിട്ട് വരാം. ഞങ്ങളാണെങ്കിൽ ഇച്ചിരി മുമ്പ് അടി ഉണ്ടാക്കിയതേ ഉള്ളൂ. ആര് ഫുഡ് ഉണ്ടാക്കും ഞങ്ങളെന്തായാലും വരാം. എന്നാൽ ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ ഇട്ടേക്കാം. നിങ്ങൾ അങ്ങോട്ട് വന്നേരെ. വന്നല്ലോ. എന്താ ഇത്ര ലേറ്റായേ? ഇവള് 2 ദിവസം ഇവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. എന്നിട്ട് ഇവള് എത്താൻ ഇച്ചിരി ലേറ്റായി. ഇവള് വന്നിട്ടാണ് എനിക്ക് വരാൻ പറ്റുള്ളൂ. സാറയ്ക്ക് എന്നെ അറിയാലോ അല്ലേ? പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എനിക്കറിയാം ആൽറിനെ. നമ്മളങ്ങനെ കണ്ടിട്ടില്ല, മിണ്ടിട്ടില്ല എന്നൊക്കെ ഉള്ളൂ. പക്ഷേ എപ്പോഴും ആഷ്ലി പറയാറുണ്ട്. അല്ല, നിന്റെ ചേട്ടനെ വരാനില്ലേ? എത്താറായിന്നാ പറഞ്ഞു. ഇപ്പോൾ വരുമായിരിക്കും. അല്ല, ആദം വരുന്നുണ്ടോ? അല്ല, സാറൊക്കെ എൻ്റെ ചേട്ടനെ അറിയോ? വാവ്, നൈസ്. പെട്ട് അല്ല, കേട്ടിട്ടുണ്ട്. അങ്ങനെ. അതാ വരുന്ന ആള്. ചേട്ടനെന്താ അവിടെ സ്റ്റക്കായി പോയോ? ഇതെന്താ ഇങ്ങോട്ട് വന്നിരിക്കുക? അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ നട്സ് പോയാണ് അനുഭവിക്കുന്നത്? ആദ്യമായിട്ടാണ് ഓക്വേർഡ്നെസ്സാ? അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ മോനെ ആൽറിനെ, നീയൊന്നും വിചാരിക്കരുത്.
എൻ്റെ ചേട്ടനെ ചെറുതായിട്ടൊന്ന് സെറ്റായതാ. ആള് ഈ സാറയാണ്. അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ അങ്ങ് നടന്നുപോയി. നിങ്ങളോട് പറയാനൊരു സമയം കിട്ടിയില്ല, അതുകൊണ്ട് ആണ് പറയാതിരുന്നത്. എടാ കള്ളക്കാമുകില്ല കേട്ടോ, നിന്നെ ഞാൻ വീട്ടിലെത്തുമ്പോൾ എടുത്തോളാട്ടാ. എടാ ആൻഡ്രി മോനെ, നീ ചേട്ടനോട് ക്ഷമിക്ക്. എന്തായാലും ഇത് ഞാൻ ആവർത്തിക്കില്ല. ഇതെപ്പോ തുടങ്ങിയതാ? അത് പിന്നെ നിനക്ക് ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പ്. മര്യാദയ്ക്ക് ഇതെപ്പോ നടന്നു, എങ്ങനെ നടന്നു, എവിടെ വെച്ച് നടന്നു, എല്ലാ കാര്യം പറഞ്ഞു. ഐ വാണ്ട് ദ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ബിഫോർ ദ സൺറൈസ്. നീ ഒന്ന് അടങ്ങ്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് എല്ലാം വിശദമായിട്ട് പറയാം. ഇപ്പോഴല്ലേ അവളുടെ വിളിയും പുറത്തുപോക്കും ഒക്കെ മനസ്സിലായത്. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. എന്നാലും നീ കൃത്യം എന്റെ കമ്പനിയിലെ സാറിനെ തന്നെ പിടിച്ചു പ്രേമിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. എന്റെ പൊന്നാശ്ലി കൊച്ചല്ലേ, നീ ഇത്തവണത്തേക്ക് ക്ഷമിക്കേ. ഞാൻ നീ പറയുന്ന എന്ത് വേണേലും ചെയ്യാം. ഓ, എന്ത് വേണേലും ചെയ്തോ. ഇനി വീട്ടിൽ ചെന്നിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. അതൊക്കെ ചെയ്താ ഞാൻ നിന്നോട് ക്ഷമിക്കും. അവസരം മുതലെടുക്കുവാണല്ലേ? അതെ. ഇനി നോ മോർ ചർച്ച. ബില്ല് സാറ് കൊടുക്കും. എന്റെ എല്ലും തോലെങ്കിലും ബാക്കി വെച്ചേക്കണേടി. ഞാൻ ശ്രമിക്കാവേ. ഓ, ഇങ്ങേർക്ക് ഉറക്കമൊന്നും ഇല്ലേ? ഫുൾ ടൈം ഫോൺ വിളിയാണല്ലോ. ഓ, വെച്ചോ? എന്ത് ഇന്നത്തെ കോട്ട കഴിഞ്ഞാ? നിങ്ങൾ രണ്ടുപേരും ഇച്ചിരി മുമ്പ് കണ്ടതല്ലേ ഉള്ളൂ, എന്നിട്ട് വന്നപ്പോഴത്തേക്കും കോളിങ്. ഇതിന് മാത്രം എന്താണാവോ ഇത്ര പറയാനുള്ളത്? ആ, ഇങ്ങനെ ഫോൺ വിളിക്കുന്നോണ്ട് പല കാര്യങ്ങളും അറിയാൻ പറ്റി. അതെന്താണാവോ ആ കാര്യം? മിന്നലിൻ മുത്തം, പകലിന് പൂവിൻ മുത്തം, നിന്നെ പാട്ടുപോലെ മീട്ടുന്ന മുത്തം. ഓ, കുടിച്ചിട്ട് മുത്തം, അതും ചുണ്ടിലെ മുത്തം, എന്നിട്ടും ഒന്നും അറിയാത്ത പോലെ നടത്തം. ഓ, എൻ്റെ ലിറിക്സ് അങ്ങനെയല്ലോ. നിങ്ങളെന്തൂട്ടാ കാര്യം പറയാൻ പറയുമ്പോൾ പാട്ട് പാടണേ? ഓ, എന്താ എൻ്റെ അഭിനയം. ഇവിടെ ചിലർക്ക് മുത്തുകവൊക്കെ കിട്ടിയത് ഞാൻ അറിഞ്ഞു. അതെങ്ങനെ നിങ്ങളറിഞ്ഞ? സാറ് ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു. അതതിന് അവക്കെങ്ങനെ അറിയാം? അവളപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അവളോട് ആഷ്ലി പറഞ്ഞാന്ന്. അപ്പോൾ അവൾക്ക് ഓർമ്മയില്ല എന്നാണല്ലോ പറഞ്ഞത് ഒന്നും. അതവൾ നിന്നെ വല്ല ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട് പറഞ്ഞതായിരിക്കും. ഓ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അവൾ എന്നെ നൈസായിട്ടൊന്ന് പറ്റിച്ചതാണല്ലേ? കൊള്ളാം. ചേട്ടാ, നേരത്തെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നോണ്ട് ചേട്ടന് സാറിനോട് അത്ര മിണ്ടാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളൊന്ന് പുറത്തൊക്കെ പോയിട്ട് വായോ. ഓ, മോനെ ആഷ്ലിനെ ഒന്ന് ഒറ്റക്കിട്ടാനല്ലേ? ആ, ചെറുതായിട്ട്. നടക്കട്ടെ. എന്നാലും എടാ മോനെ, അവളെ ബാക്കി വെച്ചേക്കണേ. ആ കാര്യം ഞാൻ ഏറ്റു. എന്തായാലും എനിക്ക് ആവശ്യമുള്ള മുതലാണല്ലോ. ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ. ചെയ്യാൻ പോണില്ലല്ലോ. നീ എന്തിനാ പേടിക്കണ്ടേ? നിനക്ക് ഈ തലേ ദിവസം നടക്കുന്ന കാര്യങ്ങളൊന്നും പിറ്റേ ദിവസം ഓർമ്മയില്ലാത്ത ആളല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇതും നാളെ ആകുമ്പോൾ നീ ഓർക്കില്ലല്ലോ. ഓ, അപ്പം നീ സമ്മതിച്ചു നിനക്ക് മറവിയുടെ അസുഖമൊന്നുമില്ലാന്ന്. എന്നിട്ട് നീ ഇന്നലെ പാർട്ടിയിൽ നിന്ന് വന്നതും ഉറങ്ങിയതും ഒക്കെ നിനക്ക് ഓർമ്മയുണ്ട്. പക്ഷെ നീ എന്നെ കിസ് അടിച്ചത് മാത്രം നിനക്ക് ഓർമ്മയില്ല അല്ലേ? ധൈര്യമുണ്ട് തന്നെ. കള്ളം പറഞ്ഞാലുണ്ടല്ലോ കണ്ണൂറ്റി പൊട്ടിക്കും ഞാൻ. ഓ, ആണ്. പക്ഷെ ഞാനത് എൻജോയ് ചെയ്തതേ ഉള്ളൂ. ഐ ലവ് യു.
ഐ ലവ് യു സോ മച്ച് ആഷ്ലി. ഇന്ന് ഇന്നലെയായിട്ട് തുടങ്ങിയതൊന്നുമല്ല. നിനക്ക് ജോലി കിട്ടുന്നതിനൊക്കെ മുമ്പ് നീ എന്നോട് എപ്പോഴും ചോദിക്കുമായിരുന്നു നിൻ്റെ എല്ലാ ഫോട്ടോസിലും ഞാൻ എങ്ങനെയാണ് വന്നതെന്ന്. ആക്ച്വലി ഐ വാസ് ടേക്കിംഗ് ഫോട്ടോസ് ഓഫ് യു. നിന്നെ കണ്ടപ്പോഴേ എന്തോ ഒരു പ്രത്യേക ഫീൽ. പിന്നെ എല്ലാം ഒന്നും ഞാൻ നിന്നെ ഫോളോ ചെയ്തെടുത്തതൊന്നുമല്ല കേട്ടോ. അതിൽ കുറച്ചൊക്കെ കോയിൻസിഡൻസ് ആണ്. ഞാൻ പോയ സ്ഥലത്തൊക്കെ നിന്നെ കണ്ടുമുട്ടിയത് ഇറ്റ് വാസ് കോയിൻസിഡൻസ്. പക്ഷെ അതിൽ കൂടുതലും എൻ്റെ ക്യാമറയിൽ നിൻ്റെ കുറേ ചിത്രങ്ങളുണ്ട്. പിന്നെ നിനക്ക് ഞാനെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. നോ നീഡ് ടു റഷ്. ഞാൻ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു തന്നേ ഉള്ളൂ. നിനക്ക് എന്ത് വേണേലും തീരുമാനിക്കാം. എന്റെ ആൻസർ പോസിറ്റീവ് ആണെങ്കിലോ? മനസ്സിലായില്ല. എടാ മണ്ട, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ശരിക്കും? ആണേ.